അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വരാനിരിക്കുന്ന അർദ്ധവാർഷിക പരീക്ഷ 2025 അധ്യയന വർഷത്തെ ഒന്നിലെ തഫ്ഹീമുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. എന്നാലാണ് ഞാൻ ഇനി വിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പ്രവർത്തനം നോക്കാം. ആദ്യ പ്രവർത്തനമാണ് ചിത്രം നോക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഇവിടെ ഓരോ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൊത്തം 5 ചിത്രങ്ങളാണുള്ളത്. അതിലോരോ ചിത്രങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ തുടക്കത്തിൽ വരുന്ന അക്ഷരം ഏതാണെന്ന് അവിടെ എഴുതി കൊടുക്കുക. അതാണ് പ്രവർത്തനം. ഒന്നാമത്തെ ചിത്രം നമുക്ക് കാണാം. എന്താണ്? കയർ അല്ലേ? അറബിയിൽ നമ്മൾ പഠിച്ചത് എന്താണ് കയറിന്? ഹബ്ലുൻ. ഹബ്ലുൻ. അപ്പോൾ ഇവിടെ പോയ അക്ഷരം ഏതാണ്? ഹ എന്ന അക്ഷരമാണ്. ഹ. സ്ക്രീൻ ആയതുകൊണ്ട് ഇവിടെ എഴുതാൻ കഴിയില്ല. ഹ കേട്ടോ. ഹബ്ലുൻ. രണ്ടാമത്തെ ചിത്രം ഒരു കഴുത്ത് നീണ്ട ഒരു ജീവിയാണ്. ഏതാണത്? ജിറാഫ് അല്ലേ? ജിറാഫിന് നമ്മൾ അറബിയിലൊരു പേര് പഠിച്ചു. ഏതാണ്? സറാഫത്തുൻ. അപ്പോൾ ഇവിടെ പോയ അക്ഷരം ഏതാണ്? സ എന്ന അക്ഷരമാണ്. സ എഴുതി കൊടുക്കുക. സറാഫത്തുൻ. ജിറാഫ്. മൂന്നാമത്തെ ചിത്രം കുതിരയാണ്. കണ്ടാലറിയാം. കുതിരക്ക് നമ്മൾ അറബിയിലൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്. ആ വാക്കിൽ ഒന്നാമത്തെ അക്ഷരം ഇവിടെ കാണാനില്ല. ബാക്കിയുണ്ട് ഈലുൻ എന്നുണ്ട്. പക്ഷെ അതിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം ഏതാണ്? ഹ അല്ലേ? ഖൈലുൻ എന്നാണ്. ഓക്കെ, ഖൈലുൻ. ഇനി നാലാമത്തെ ചിത്രം അവിടെ കാളൻ്റെ ചിഹ്നമാണ് അല്ലേ? കാളൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. കാളക്ക് നമ്മൾ അറബിയിൽ പഠിച്ച പേരെന്താണ്? ഇവിടെ കണ്ടോ? ഇവിടെ ഏതേ അക്ഷരം വിട്ടുപോയിട്ടുണ്ട്. സൗറുൻ. ഇവിടെ സ എന്ന അക്ഷരമാണ് വിട്ടുപോയിട്ടുള്ളത്. സൗറുൻ. ഇനി അവസാനത്തത് ഇവിടെ ഏതാണ് ചിത്രം? മാൻ അല്ലേ? മാനിന് അറബിയിൽ നമ്മൾ ഒരു അക്ഷരം പഠിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു അക്ഷരം പോയിട്ടുണ്ട്. ഏതാണ്? ല അല്ലേ? ഫസ്റ്റ് അക്ഷരം അത് തന്നെയാണ്. അതാണ് നമ്മൾ ആ പാഠത്തിൽ പഠിക്കുന്നതും. ലബുയുൻ. മാൻ. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം ഇവിടെ ഫില്ലായി. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. രണ്ടാമത്തെ പ്രവർത്തനം പദങ്ങൾ ഒറ്റയായി എഴുതുക. പദങ്ങൾ ഒറ്റയാക്കിയിട്ട് എഴുതുക. അതെങ്ങനെ എഴുതുക? നമുക്ക് നോക്കി നോക്കാം. ഇവിടെ കണ്ട നിങ്ങൾ എന്താ എഴുതിയിട്ടുള്ളതെന്ന് വായിച്ചാണ്. അസ്ലമ എന്നല്ല, അസ്ലമ കേട്ടോ. വായിക്കുമ്പോൾ ആ രൂപത്തിലാണ് വായിക്കേണ്ടത്. ഇവിടെ ഇനി ഓരോ അക്ഷരങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ എഴുതി കൊടുക്കണം. അതെങ്ങനെ എഴുതുക? ഒന്ന് ആ, പിന്നെയോ സീന് അസ്, പിന്നെയോ ലാമ് ല, പിന്നെ മ അസ്ലമ. ഇങ്ങനെ എന്ത് ചെയ്യണം? ഓരോന്നും ചെയ്യണം. മലു ആ, മ ലു ആ. എന്നുള്ളത് വാവിൻ്റെ മുകളിൽ ഹംസ വന്നിട്ട് എഴുതുന്ന രൂപമാണ് കേട്ടോ. മലു ആ. പിന്നെയോ ജസീലുൻ. ജ എഴുതുക, സ എഴുതുക. പിന്നെയോ യാ ഇടുമ്പോൾ ഈ രൂപത്തിൽ കേട്ടോ. ലുൻ.
ജസീലുൻ. ഇനിയോ അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി കൊടുക്കട്ടോ. ഒറ്റ അക്ഷരങ്ങളാക്കിയിട്ട് എഴുതി കൊടുക്കുക. ബാക്കി രണ്ടെണ്ണം ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി തൊട്ടടുത്ത പ്രവർത്തനം നോക്കാം. മൂന്നാമത്തെ പ്രവർത്തനമാണ് പദങ്ങൾ കൂട്ടി എഴുതുക എന്നതാണ്. നമ്മളിപ്പോൾ ഇത് പദങ്ങൾ കൂട്ടി എഴുതിയതാണല്ലോ ഇവിടെ പറഞ്ഞത്, കണ്ടില്ലേ? അസ്ലാമ എന്ന് കൂട്ടിയിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് നമ്മൾ ഓരോ അക്ഷരങ്ങൾ ആക്കിയിട്ടാണ് എഴുതിയത്. അതേപോലെയാണ് നമ്മളിവിടെ കാണുന്നത്. ഓരോ അക്ഷരമാക്കിയത് എന്ത് ചെയ്യണം, കൂട്ടി എഴുതണം. അതെങ്ങനെയാണ് എഴുതുക? ഇപ്പോൾ ഇവിടെ ജ ബ് ലുൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഹ ബ് ലുൻ. അതിന് കൂട്ടിയിട്ട് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാഠബുക്കിൽ കാണുന്ന പോലെ കൂട്ടി എഴുതുക. ഹ ബ് ലുൻ. അതുപോലെ അടുത്ത വാക്യം ഏതാണ്? ദനബുൻ. അത് നമ്മൾ പാഠബുക്കിൽ കണ്ടിട്ടുണ്ട് എങ്ങനെ എഴുതേണ്ടതെന്ന്. ദനബുൻ. പിന്നെ ഖലമുൻ. ഇതൊക്കെ ഓരോ പാഠത്തിൻ്റെ ഹെഡിങ്ങിൽ പെട്ടതാണ് കേട്ടോ. ഇനിയോ അടുത്തത് ത്വബീബുൻ. ഇതൊക്കെ കൂട്ടിയിട്ടാണ് എഴുതേണ്ടത് എല്ലാതും. അതുപോലെ ഖദീജുൻ. ഇതൊക്കെ ഇപ്രകാരം കൂട്ടിയിട്ട് ഇവിടെ എഴുതി കൊടുക്കേണ്ട പ്രവർത്തനമാണ് കേട്ടോ. ഇതേപോലെ പ്രവർത്തനങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാം. ഇതൊരു മോഡൽ പേപ്പറാണ്. സിലബസ് അത് മാറിയത് കൊണ്ട് നമുക്ക് പുതിയ പേപ്പറുകളൊന്നും ലഭ്യമല്ല. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. നോക്കി എഴുതുക എന്നുള്ള പ്രവർത്തനമാണ്. ഇവിടെ യൗമല ഇല്ലുഹു എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ നോക്കി എഴുതുക. നോക്കി എഴുതുന്ന പ്രവർത്തനം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓരോ അക്ഷരങ്ങൾ കൈ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അത് താഴത്തേക്ക് നോക്കിയെടുത്ത് എഴുതണം. എന്നാലുള്ളൂ ആ അക്ഷരം മിസ്സാവാതെ പോവാതെ അത് ഇവിടെ മുഴുവനായിട്ട് എഴുതാൻ കഴിയുള്ളൂ. പിന്നെ എഴുതിയതിന് ശേഷം മുഴുവനായിട്ടും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ അക്ഷരങ്ങളും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ഓരോ അക്ഷരത്തിൻ്റെ മുകളിലും ഫത്തഹാണോ കെസറാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അത് നിങ്ങൾ എഴുതിയതും ഇതേപോലെ തന്നെ ഫത്തഹ് മേലുണ്ടോ, യാഇൻ്റെ മേലുണ്ടോ, ഉണ്ട്, അങ്ങനെ ഓരോന്നും ഉറപ്പുവരുത്തണം കേട്ടോ. കാരണം നോക്കി എഴുതുമ്പോൾ അക്ഷരങ്ങളോ അല്ല ഷദ്ദുകളോ അല്ലെങ്കിൽ ലമ്മുകളോ എന്തെങ്കിലുമൊക്കെ പോയാൽ അതിന് മാർക്ക് കുറയും. അവസാന പ്രവർത്തനം കളർ നൽകാം എന്നുള്ളതാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, കളർ നിർബന്ധമായി കൊടുത്തുവിടണം കേട്ടോ. പരീക്ഷയ്ക്ക് കളർ നിർബന്ധമായി കൊടുത്തുവിടണം. അധികം കളർ കൊടുക്കാനൊക്കെ വരാം. പെൻസില്, മൈക്രോബർ, കളറ്, പേന, അങ്ങനത്തതൊക്കെ എന്നുണ്ടെങ്കിൽ ചട്ട, ഇതോടുകൂടെ എന്ത് ചെയ്യുക, കുട്ടികളെ പറഞ്ഞേക്കുക പരീക്ഷയ്ക്ക്. ഇനി കളർ നൽകാം എന്നുള്ള പ്രവർത്തനത്തിൽ നമുക്കിവിടെ ഖാഫും അതുപോലെ ലാ കാണാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പുറത്തു പോവാതെയാണ് കളർ കൊടുക്കേണ്ടത്. എവിടെയും ഒരു ഗ്യാപ്പ് കാണാൻ പാടില്ല, ഒരു വെള്ള കളർ എവിടെയും കാണാൻ പാടില്ല. മൊത്തത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കുന്ന കളറ് എല്ലായിടത്തും എത്തിയിരിക്കണം. എന്നാൽ ഇതിനപ്പുറത്തേക്ക് പോകാനും പാടില്ല. ആ രൂപത്തിലാണ് രണ്ടും കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പകുതിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ഈ തല്ല് ഭാഗത ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് നേരം പോലെ കൊടുക്കാൻ കഴിയും. തെല്ല് ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നേരം പോലെ കൊടുക്കണം കേട്ടോ. തെല്ല് ഭാഗം എന്ന് പറഞ്ഞാൽ ആ കറുപ്പിനോട് എത്തണ്ട, അതിനോട് ചാരി വരുന്ന രൂപത്തിൽ കൊടുക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.